ഹലോ ഗായ്സ്, ഇന്ന് ചെറിയൊരു അമ്പലത്തിൽ പോക്ക് കണ്ടാലോ? പുനലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ബസ് ഇറങ്ങിയിട്ട് ഒരു ഇത്തിരി നടക്കാനുണ്ട്. ആദ്യം കുറച്ചു നേരം എടുത്തോട്ട് നടന്നെങ്കിലും പിന്നെ റിതൂട്ടൻ ആരുടെ സഹായമില്ലാതെ നടക്കാൻ തുടങ്ങി. വലിയ പുരുഷനായെന്നാ വിചാരം. റിതൂട്ടൻ പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോന്ന് നോക്കിയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. അമ്മയ്ക്ക് നേർച്ചയുള്ളതുകൊണ്ട് വെറുതെ തൊഴാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഉത്സവം കൊടിയേറിയെന്ന്. കണ്ണിന് നല്ല അസ്സല് താമരപ്പൂ ഒക്കെയുള്ള തുളസിമാലയൊക്കെ വാങ്ങി. എന്ത് രസമായിട്ടല്ലേ ശ്ലോകങ്ങൾ ചൊല്ലുന്നത്. റെസിപ്റ്റ് എഴുതുന്നതിനിടയിൽ ഫ്ലെക്സിലെ കണ്ണനെ കണ്ടു. എന്നാ പിന്നെ കണ്ണനൊരു ഉമ്മയും കൂടെ കൊടുത്തേക്കാം. ഇപ്പോൾ ഒരു ആത്മസംതൃപ്തിയൊക്കെ തോന്നുന്നുണ്ട്. അമ്പലത്തിന് പുറത്ത് ആളുകൾ കുറവായിരുന്നെങ്കിലും അകത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഉത്സവമായതുകൊണ്ട് കണ്ണനെ കാണാൻ ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ഞങ്ങൾ റിതൂട്ടനെ നന്നായിട്ട് കണ്ണനെ പ്രാർത്ഥിച്ചു. എല്ലാ നടകളിലും ഓടിപ്പോയി തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയാണ്. നേദിച്ച പാൽപ്പായസം കൊണ്ടാണ് മടക്ക്. പോകുന്ന വഴിക്കാണ് നല്ല അസൽ ആമ്പൽപ്പൂ കണ്ടത്. എന്ത് രസമായിട്ടല്ലേ നിൽക്കുന്നത്. അമ്പലത്തിൽ നിന്ന് കിട്ടിയ തൃക്കൈ വെണ്ണയാണ്. ഞാൻ കഴിച്ചു. പക്ഷേ 16 അടവെടുത്തിട്ടും റിതൂട്ടൻ അത് കഴിക്കാൻ തയ്യാറായില്ല. പോകുന്ന വഴിക്ക് അടുത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പ് വരെ ഒന്ന് കയറി. അമ്മയ്ക്കൊരു ടോപ്പ് വേണോ അത്രേ. ചെന്ന ഉടനെ നല്ലൊരു ടോപ്പിൽ കണ്ണു പതിഞ്ഞതുകൊണ്ട് മണിക്കൂറുകൾ തിരയേണ്ടത് 10 മിനിറ്റിൽ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് സ്റ്റാൻഡിലെത്തി. കുറച്ചു നേരം പോസ്റ്റായി നിന്നെങ്കിലും പിന്നെ കുറച്ചു നേരം പോസ്റ്റായെങ്കിലും ഒടുവിൽ ഞങ്ങളുടെ ബസ് കിട്ടി. ബസ് കയറിയിരുന്നപ്പോൾ ഒരു ഗായകനെ കണ്ടു. വയറ് നിറയ്ക്കാനുള്ള പെടാപ്പാട്. പിന്നെ ഞാൻ റിതൂട്ടന് ഒരു സീറ്റിലും അമ്മ അപ്പുറത്തുള്ള സീറ്റിലുമാണ് ഇരുന്നത്. ബസ്സിൽ കയറിയിരുന്നപ്പോൾ ഡ്രൈവർ മാമൻ കുറച്ച് പോസ്റ്റാക്കി. അങ്ങനെ അവസാനത്തെ ആളും കയറി, അതായത് ഡ്രൈവർ കയറി. ബസ്സിൽ കയറിയപ്പോൾ റിതൂട്ടന് കിട്ടിയൊരു കൂട്ടാണ്. ഒരു 10-15 മിനിറ്റോളം ചേച്ചി പെണ്ണിൻ്റെ കയ്യിൽ നിന്നും വിട്ടില്ല. എന്താ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീടെത്തി. നാളെ കാണാം. ടാറ്റാ.